ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ആ കാര്യം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. എക്സിൽ അത് പങ്കുവച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, വെനിസ്വേല എന്ന് പറയുന്നത് ഇപ്പോൾ അസ്ഥിരതയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. മഡൂറോയെ ട്രംപ് പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം നമുക്ക് വെനിസ്വേലയുമായിട്ടുള്ള ബന്ധം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വെനിസ്വേലയുടെ എണ്ണ വാങ്ങാൻ ഇന്ത്യ വാങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇത് അമേരിക്കയുടെ കയ്യിലാണല്ലോ ഇപ്പൊ വെനിസ്വേലയുടെ എണ്ണ എന്ന് പറയുന്നത്. അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യയെ US സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വേറൊരു റിപ്പോർട്ടും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഇന്ത്യയെ സമീപിച്ചിട്ട് ഈ വെനിസ്വേലൻ എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമുക്ക് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ മുൻപത്തേതിനെക്കാട്ടിലും കുറവ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഉപരോധം റഷ്യ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇതുവരെ റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ അത് കുറയുകയാണ്. പ്രതിദിനം 1.2 ദശലക്ഷം ബാരൽ ജനുവരിയിലും ഫെബ്രുവരി ആകുമ്പോഴേക്കും അത് 1 ദശലക്ഷം ബാരലായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ഈ ഒരു വെനിസ്വേലയിൽ നിന്നുള്ള ഈ ഒരു എണ്ണ വാങ്ങിക്കാനായിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ അത് വെറുതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കില്ല. നമുക്കതിനകത്ത് എന്താണ് നമുക്കതിലുള്ള നേട്ടം സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇതിലൂടെ മെച്ചപ്പെടും, ഇതിലൂടെയെങ്കിലും മെച്ചപ്പെടണം എന്നാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഇന്ത്യ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ വലിയ തെറ്റിദ്ധാരണാജനകമായ ഒരു വാർത്ത പടച്ചുവിടാൻ സാധ്യതയുണ്ട് പല മാധ്യമങ്ങളും. ഇന്ത്യ പേടിച്ച് അമേരിക്ക പറയുന്ന കണക്കുള്ള എണ്ണ വാങ്ങി എന്നുള്ളത്. സത്യത്തിൽ വെനിസ്വേലയുമായിട്ട് നമുക്ക് പുതിയ കരാറല്ല. ഓൾറെഡി നമ്മുടെ ONGC അവിടെ നിന്ന് ഈ ക്രൂഡ് ഓയിൽ ശേഖരണം നടത്തുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ അതിനുള്ള സംവിധാന ഷെയർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അവിടെ ആകെ സാമ്പത്തിക തകർച്ചയൊക്കെ പോയിട്ട് നമുക്ക് തന്നെ കണ്ട് $1 ബില്യൺ വെനിസ്വേല തരാറുണ്ട്. ഇപ്പൊ ട്രംപ് പറഞ്ഞത് നിങ്ങൾക്കുള്ള പൈസ ഞങ്ങൾ തരാം, നഷ്ടമൊന്നും വരത്തില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് മാത്രമല്ല, ചൈനയ്ക്കാണ് 80% അവിടെ ഷെയറുകൾ ഉള്ളത്. ഇപ്പോ ട്രംപിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 2 കാര്യങ്ങൾ ഇതിനോട് കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇതിന് കൈ കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് ഇപ്പൊ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു രാജ്യത്തിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ എവിടെ വില കുറച്ച് എണ്ണ കിട്ടുമോ അവിടെ നിന്നെല്ലാം നമ്മൾ വാങ്ങും. ഇറാനിൽ നിന്ന് കുറച്ച് കിട്ടി ഇറാനിൽ നിന്ന് വാങ്ങും. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഊർജ ആവശ്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് വലുത്, അതല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വെനിസ്വേലയുമായിട്ട് നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ഷെയർ ഉള്ളത് വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഒരു കരാർ ഒപ്പുവെച്ചു, വ്യാപാര കരാർ. ആ വ്യാപാര കരാറിലെ ഒരു പ്രധാന ഭാഗം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഡീസൽ അടക്കം, വിമാനത്തിന്റെ ഇന്ധനമടക്കം ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് തുടരും എന്നുള്ളതാണ്. അങ്ങനെ തുടരണമെങ്കിൽ നമ്മുടെ ഇവിടെ അതിന്റെ പ്യൂരിഫിക്കേഷൻസും ഇല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ വളരെയധികം തുടങ്ങണം. ഇന്ന് ഈ മേഖലയിൽ, ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു നിർണായകമായ ഒരു സ്ഥാനത്താണ്. അതായത് മറ്റുള്ളിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് വിൽക്കുന്നതിൽ അത് ഏറ്റവും കൂടുതൽ സഹായകരമായത് ഈ റഷ്യ ഉക്രൈൻ വാർ സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് മേഖല തുറന്നു കിട്ടുന്നത്. റഷ്യ ഉക്രൈൻ വാർ സമയത്ത് റഷ്യ നമുക്ക് വലിയ ഡിസ്കൗണ്ടിൽ എണ്ണ തരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും 0.4% അല്ലെങ്കിൽ 0.4% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഉണ്ടായിരുന്നത്. അത് 42% ഉയരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതായത് നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുകയും അതിനെ സംസ്കരിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം വിൽക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിനും അത് ലാഭകരമായി മുൻപോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ 2022 മുതൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് നിന്ന് പോകാനായിട്ട് നമ്മളുടെ രാജ്യത്തിന് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രംപ് പോയിട്ട് വെനിസ്വേല പിടിക്കുന്നത്. വെനിസ്വേല പിടിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എണ്ണ ഉൽപാദനം നടക്കുമെന്ന് പറയുമ്പോഴും അവിടെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള എണ്ണ വിറ്റഴിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ നിലവിലുള്ള അവരുടെ സ്റ്റോക്ക് വിറ്റഴിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഈ ഖനികളൊക്കെ ഇനി വീണ്ടും ഉജ്ജീവിപ്പിച്ച് ഇല്ലെങ്കിൽ അത് വീണ്ടും അത് പ്രവർത്തനക്ഷമമാക്കാൻ കുറഞ്ഞത് 7 വർഷം വേണ്ടി വരും. കാരണം ഇതിങ്ങനെ വിറ്റ് തീർക്കുമ്പോഴത്തേക്കും
സ്വാഭാവികമായി തന്നെ അത് അതിന്റെ ഓരോ റിഗുകൾ ക്ലിയർ ചെയ്ത് എടുക്കാം. അപ്പൊ പക്ഷെ അന്നേരം വേറൊരു കാര്യമുണ്ട്, അങ്ങനെ എടുക്കുമ്പോൾ ഈ എണ്ണ വാങ്ങാൻ രാജ്യങ്ങൾ കൂടുതലായിട്ട് മുമ്പോട്ട് വരണം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ല കൂടുതലും എണ്ണ ഉപയോഗത്തിന് വാങ്ങുന്നുണ്ട്, അതിന്റെ ഇരട്ടി എണ്ണ നമ്മൾ വാങ്ങുന്നത് നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഒരു നല്ല വിപണിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഈ എണ്ണ കൊടുത്താൽ വാങ്ങും. അതൊരു കാര്യം. അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വെനിസുലയുടെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹെവി ഹൈ സൾഫർ ക്രൂഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഹൈ സൾഫർ ക്രൂഡ് ശുദ്ധീകരിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ റിഫൈനറികൾ ഇന്ത്യയിലാണുള്ളത് ഇന്ന് ലോകത്തിൽ തന്നെ. അപ്പം അത് കൂടുതലും ഇന്ത്യക്ക് കൊടുക്കുന്നത് ആയിരിക്കും എല്ലാം കൊണ്ടും ലാഭം. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് ഒരു വലിയ മനോവിഷമം മാറിക്കിട്ടും. കാരണം വെനിസുലയുടെ ഈ ക്രൂഡ് വാങ്ങിയിട്ട് ഇന്ത്യൻ റിഫൈനറുകൾ ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിൽ ട്രംപിന് വലിയ ബുദ്ധിമുട്ടില്ല. റഷ്യയുടെ ഒന്നും വാങ്ങരുത് എന്നുള്ളതായിരുന്നല്ലോ, കാരണം റഷ്യ സാമ്പത്തികമായി ക്ഷീണിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ പോളിസി എന്താണെന്ന് ചോദിച്ചാൽ എവിടുന്ന് വില കുറച്ച് കിട്ടുമോ അത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഊർജ്ജ ആവശ്യം നിറവേറ്റാൻ നമ്മൾ വാങ്ങുമെന്നുള്ളതായിരുന്നു. ഇപ്പൊ രണ്ട് പ്രശ്നങ്ങളും ഒരേ രീതിയിൽ തീർന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വെനിസുലയുടെ ഭരണാധികാരി എത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. അതായത് ഒരു ദൂതന്റെ റോളിലേക്കാണ് വെനിസുല എത്തിയത് അവിടെ. കാരണം ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല അത്തരം ഡീലുകളായിട്ട്. കാരണം നമുക്ക് കരാർ ഒപ്പിടേണ്ട ആവശ്യമില്ല ഓൾറെഡി തന്നെ, കാരണം നമുക്ക് അവിടെ ഷെയർ ഉള്ളതാണ്. ഷെയർ കൂട്ടുക എന്നുള്ളതാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ നമ്മള് ഈ റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് കുറഞ്ഞതുപോലെ നമ്മളിപ്പോ എണ്ണ കുറച്ച് കൊണ്ടുവരുന്നു. ഈ കുറയ്ക്കുന്നതനുസരിച്ച് വെനിസുലയിൽ നിന്ന് കൊണ്ടുവരിക, കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിന് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നടക്കം ഇറാഖിൽ നിന്നടക്കം ഇപ്പോൾ ഇന്ത്യ കൂടുതലായിട്ട് ക്രൂഡ് വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഈ ക്രൂഡിന്റെ ഉപഭോഗ രാജ്യം എന്ന നിലയിൽ നിന്ന് മാറി വിതരണക്കാരെന്ന നിലയിലേക്ക്, അതായത് എണ്ണ വാങ്ങി ജീവിക്കുന്ന ആൾക്കാരെന്ന നിലയിൽ നിന്ന് മാറി എണ്ണ വിൽക്കുന്ന രാജ്യക്കാരെന്ന നിലയിലേക്ക് മാറി. ഒരുപക്ഷെ ഒരു വലിയ അത്ഭുതം തന്നെയായിരിക്കും. സാധാരണ എണ്ണ ഖനനം നടത്തുന്ന രാജ്യങ്ങളാണ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ഇത് പ്രധാന എണ്ണ വിതരണക്കാരനായി എണ്ണ കച്ചവടക്കാരനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മാറി 2028 മുതൽ മാറി. അത് നമുക്ക് ഒരു വലിയ ബിസിനസ് മേഖല തന്നെയാണ്. ആ ബിസിനസ് മേഖലയിലേക്ക് കൂടുതൽ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും, ഇപ്പോൾ ട്രംപിനായാലും ഇന്ത്യക്കായാലും ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇന്ത്യയുടെ പോളിസി വില കുറച്ച് എവിടെ നിന്ന് എണ്ണ കിട്ടിയാലും നമ്മളത് വാങ്ങുമെന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ച് ഈ ക്രൂഡ് ഓയിൽ, അതായത് ഈ പറയുന്ന ഹെവി ഹൈ സൾഫൈഡ് ക്രൂഡ് ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരുപാട് സംഭരണശാലകൾ, ഈ റിഫൈനറുകൾ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നുണ്ട്, അത് പ്യൂരിഫൈ ചെയ്തിട്ട് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യൻ ഒരു വിപണി കിട്ടുക എന്നുള്ളതും ഉണ്ട്. ഇതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ട്രംപിന്റെ സഹായി പറഞ്ഞത് ഞങ്ങൾ താരിഫ് കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടി ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഇതും എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പോ ഈ എണ്ണ ഇങ്ങനെ വാങ്ങി ശുദ്ധീകരിച്ചൊക്കെ വിൽപ്പനയൊക്കെ നടക്കുകയും പിന്നെയും ട്രംപിന് ക്രമീകരണം തുടങ്ങും. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കുന്നു വലിയ രീതിയിൽ, പിന്നെ ഒഫീഷ്യലായിട്ട് തന്നെ കൊടുക്കാമല്ലോ. ഇപ്പൊ കൊടുക്കുന്ന അളവിലല്ല, വലിയ രീതിയിൽ തന്നെ അത് പോവുകയും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേന് പിന്നെയും പ്രശ്നം തുടങ്ങും. തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ട്രംപിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് നടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ലെങ്കിൽ പൊതു സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതൊരു സേഫ് ആയിട്ടൊരു വേ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ ചൈനയുമായിട്ട് നിലവിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ കണക്ഷൻ ഇല്ല. വ്യാപാര ബന്ധത്തിൽ അവരുടെ ഒരു വലിയ അകൽച്ചയിലേക്ക് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു വിപണി ഇന്ത്യൻ വിപണി തന്നെയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ചൈനയും അതിന്റെ ഭാഗമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർക്ക് ഓൾറെഡി തന്നെ അവിടെ 80% ഷെയർ ഉള്ളതാണ് ഈ ക്രൂഡ് ഓയിൽ, ഈ എണ്ണ ബിസിനസ്സിൽ വെനിസുലയിൽ. അപ്പൊ അവർക്കത് കൊടുക്കാതിരിക്കാനും കഴിയില്ല. അപ്പോ ഇന്ത്യയുമായിട്ടൊരു ഡീല്, ഇതെന്താ പറയുന്നത്, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഒരു പ്രശ്നം സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ വാർത്ത ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ കൊടുക്കുമ്പോഴേക്കും ട്രംപിന്റെ കാല് പിടിച്ച് മോദിയെന്നോ ഇല്ലെങ്കിൽ മോദി കുമ്പിട്ടെന്നോ എന്നൊക്കെ പറഞ്ഞൊക്കെ വാർത്ത കൊടുക്കുന്നു. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ മറച്ചു പിടിക്കും. യാഥാർത്ഥ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വിഷയം ചർച്ചയ്ക്ക് എടുത്തത്.